സർക്കാർ അവഗണനയിലും തളരാതെ ആശാസമരം തുടരുന്നു. ഫെബ്രുവരി 10-ാം തീയതി തുടങ്ങിയ രാപ്പകൽ സമരം നാളെ 2 മാസം പിന്നിടും. തുടർ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചെങ്കിലും സർക്കാർ വഴങ്ങാതായതോടെ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ നല്ല മഴ പെയ്യുന്നുണ്ട്, ഇടിമിന്നലോടുകൂടി മഴ പെയ്യുന്നുണ്ട് തലസ്ഥാനത്ത് പലയിടങ്ങളിലും. അതൊക്കെ ഒരുപക്ഷെ ഈ അമ്മമാർക്ക്, ആശാ സഹോദരിമാർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കില്ലെന്നവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് തുടർ ചർച്ചകൾ ഉണ്ടാകുന്നില്ല എന്ന് അവർ പറയുന്നു. സമരസമിതി ഈ സമരത്തിൻ്റെ തുടക്കം, അതായത് രാപ്പകൽ സമരം ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് മുന്നിൽ ആരംഭിച്ചത് മുതൽ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ട് വെച്ചിരുന്നെങ്കിൽ പോലും അതിലെ പ്രധാനമായ വിഷയം ഓണറേറിയം തന്നെയായിരുന്നു. ആ ഓണറേറിയം വർധനവ് ആവശ്യമാണ്, അത് നടത്തണമെന്നൊരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. ആ ആവശ്യത്തിനെതിരെ മുഖം തിരിച്ച സമീപനമാണ് സർക്കാർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. കാരണം ഈ സമരം നിലനിൽക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ സമരം തുടരുന്നത് തന്നെ ഇവരുടെ ഓണറേറിയം ആവശ്യം ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. എന്നാൽ അതിനോട് സർക്കാർ സ്വീകരിക്കുന്ന സമീപനമാണ് ഈ സമരം അനന്തമായി നീണ്ടുപോകുന്നതിന് കാരണമായി തുടരുന്നത്. പലതവണ ചർച്ച നടന്നു. ആരോഗ്യമന്ത്രിയുമായി 3 വട്ടം ചർച്ച നടന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസം തൊഴിൽ വകുപ്പ് മന്ത്രിയുമായും ചർച്ച നടന്നു. ഈ ചർച്ചകളെല്ലാം നടന്നെങ്കിൽ പോലും ഫലം കാണാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. കാരണം ഈ പറഞ്ഞ ആവശ്യത്തോട്, ഈ ഓണറേറിയം വർധനവ് എന്ന ആവശ്യത്തോട് സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനം. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം മുന്നോട്ട് പോകുന്നതും സമരസമിതി ഈ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന തീരുമാനമെടുക്കുവാനും കാരണമായത്. പല ഒരു ഉപാധികൾ വെച്ചെങ്കിൽ പോലും അവസാനവട്ടം എന്ന നിലയിൽ ഒരു 3000 രൂപയെങ്കിലും നിങ്ങൾ വർദ്ധിപ്പിക്കൂ എന്നൊരാവശ്യം സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നു. എന്നാൽ അതും സർക്കാർ അംഗീകരിക്കാത്ത സാഹചര്യമുണ്ട്. മാത്രമല്ല, അന്ന് ഏറ്റവും അവസാനമായി ആരോഗ്യമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ, ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ യോഗം നടക്കുമ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അറിയിക്കുന്നത്, അതായത് ഈ യോഗം നടക്കുന്ന സമയത്ത് സർക്കാർ അറിയിച്ചതെന്ന് പറയുന്നത് ഒരു കമ്മിറ്റി അന്വേഷിക്കും. അന്വേഷിച്ചതിന് ശേഷം മാത്രമാകും ഇതിൽ ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കണമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിനുശേഷമേ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. എന്നാൽ സമരസമിതി അത് അംഗീകരിച്ചില്ല. കാരണം ആദ്യം നിങ്ങൾ വർദ്ധിപ്പിച്ചതിന് ശേഷം പിന്നീട് സമിതിയെ കൊണ്ട് അന്വേഷിക്കാം. PSC ചെയർമാൻ അടക്കമുള്ളവർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചത് ഏത് അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചതിന് ശേഷമാണ് എന്നൊരു ചോദ്യം കൂടി അവർ ചോദിക്കുകയും ചെയ്തു. അതൊരു പ്രസക്തമായ ചോദ്യം കൂടിയാണ്. കാരണം ഈ പിണറായി വിജയൻ്റെ ഭരിക്കുന്ന സർക്കാരിലെ ഇഷ്ടക്കാർക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ഏത് കമ്മീഷനെ വെച്ച് അന്വേഷിച്ചതിന് ശേഷമാണ് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. അങ്ങനെ അതോടുകൂടി ചർച്ച അലസിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം തുടർന്ന് അത് ഈ ട്രേഡ് യൂണിയനുകളുമായി എല്ലാം ചേർന്നായിരുന്നു ചർച്ച നടത്തിയെങ്കിൽ തുടർന്ന് ആ ചർച്ച അലസിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് പിന്നീട് തുടർ ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചെങ്കിൽ പോലും ആ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായതുമില്ല. അതിന് പിന്നാലെയാണ് തൊഴിൽ വകുപ്പ് മന്ത്രിയുമായി കഴിഞ്ഞ ദിവസം ഒരു കൂടിക്കാഴ്ച നടന്നത്. ആ കൂടിക്കാഴ്ചയിലും ശേഷവും ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയായിരുന്നു കൂടിക്കാഴ്ചയെങ്കിൽ അതിനുശേഷം തൊഴിൽ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായ മറുപടിയും വേദനിപ്പിക്കുന്നതായിരുന്നു ആശാ വർക്കർമാരെ. കാരണം സർക്കാരിന് ചെയ്യാൻ കഴിഞ്ഞതെല്ലാം ചെയ്തു, ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ നിവേദനം വാങ്ങിയതിനപ്പുറത്തേക്ക് ഇനി തനിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരു മറുപടിയായിരുന്നു തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത്. ഇതോടുകൂടി തന്നെ പൂർണ്ണമായും ഇവരുടെ സമരത്തിൻ്റെ ഗതി തന്നെ, അല്ലെങ്കിൽ സമരത്തിൻ്റെ മുന്നോട്ട് പോക്ക് തന്നെ ഒരു പാതി വഴി നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു സങ്കടക്കടലായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും സമരം തുടരുകയാണ്. ഇപ്പോൾ 59-ാം ദിവസമാണ് രാപ്പകൽ സമരം എത്തി നിൽക്കുന്നത്. 20 ദിവസം പിന്നിട്ടിരിക്കുന്നു നിരാഹാര സമരം ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശക്തമായി തന്നെ തുടരുകയാണ്. വരും ദിവസങ്ങളിലും രാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ളവരെ, പ്രധാനമായും സാംസ്കാരിക മേഖലയിലെ പ്രധാന വ്യക്തിത്വങ്ങളെ അണിനിരത്തിക്കൊണ്ട്, അതായത് ഈ 2 മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ ഈ സാമൂഹ്യ മേഖലയിലെ, സാംസ്കാരിക മേഖലയിലെ പ്രമുഖരെ അണിനിരത്തിക്കൊണ്ടൊരു പൗരസാഗരം എന്നൊരു പരിപാടി കൂടി സംഘടിപ്പിക്കുകയാണ്. ഏപ്രിൽ 12-ാം തീയതിയാണ് ഈ
പൗരസാഗരം സംഘടിപ്പിക്കുന്നത്. ആ പൗരസാഗരത്തിൽ ഇന്ന് വരെ ഈ ആശാസമരവുമായി ബന്ധപ്പെട്ട ഇവിടെ എത്തിയവരും അതോടൊപ്പം തന്നെ ആശാസമരത്തിൽ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആശമാർ അവരുടെ കുടുംബാംഗങ്ങളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പൗരസാഗരത്തിൽ പങ്കെടുത്തുകൊണ്ട് പ്രതിഷേധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടുന്ന് സമരസമിതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സമരം ശക്തമായി തുടരുകയാണ്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തുള്ള തീരുമാനങ്ങളൊന്നും ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ ഒരു അനിശ്ചിതത്വം ഇതിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. അടിയന്തരമായി സർക്കാരിൻ്റെ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു കരുണ ഇവരിലേക്ക് ഉണ്ടാകണമെന്ന് പൊതുസമൂഹവും പറയുന്നുണ്ട്. കാരണം ഇത്രയും ദിവസങ്ങളോളം 2 മാസം എന്ന് പറയുന്നത് ചെറിയ കാലയളവല്ല. ഇത്രയും കാലം ഈ സ്വന്തം വീടും കുടുംബവും മറ്റ് ആവശ്യങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരുപറ്റം ജനതയുടെ സമരത്തിന് വേണ്ടിയാണ് കുറച്ച് ആളുകൾ ഇവിടെ സമരമിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സ്ത്രീകൾ, പ്രധാനമായും സ്ത്രീകളാണ്, അവരുടെ രാത്രിയും പകലുമായി ഇരിക്കുകയാണ്. അവരുടെ അവസ്ഥകളും ശാരീരിക അവസ്ഥകളും എല്ലാം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുകൂലമായൊരു പരിഗണന വേണമെന്നൊരു ആവശ്യവും ശക്തമായി പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും ഉയരുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണരാജ്. ശരിയാണ്. നാളെ 2 മാസം തികയുകയാണ് ആശമാരുടെ സമരം. ഈ 2 മാസമായി ഒരുപക്ഷെ വീടും കുടുംബവും മറ്റാവശ്യങ്ങളും കുഞ്ഞുങ്ങളെയും ഒക്കെ ഒഴിവാക്കി അവരിങ്ങനെ സമരമിരിക്കുകയാണ്. ആ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അവകാശ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്. അതിജീവന സമരമാണ് സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്നത്. ഇടയ്ക്കൊക്കെ സമരത്തിൽ നമുക്ക് ചർച്ചയാകാമെന്നൊക്കെ പറയുമെങ്കിലും തുടർ ചർച്ചകൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ആശാസമരം അവസാനിക്കുന്നുമില്ല. പക്ഷേ ഒരു തരി ഞങ്ങൾ പിന്നോട്ടില്ല എന്നവർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ കഥ കൂടിയാണ് എന്നാരും മറക്കണ്ട. സ്ത്രീകൾ ഇത്രമാത്രം കരുത്തോടെ ഓരോ ദിവസവും കരുത്താർജിച്ച്, മാനസികമായി കരുത്താർജിച്ച്, ശാരീരികമായി തളരുമ്പോഴും മാനസികമായി കരുത്താർജിച്ച് അവർ എത്തി നിൽക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ, ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ നേടിയേ മടങ്ങൂ എന്ന നിലപാടിലാണ്, ഉറച്ച നിലപാടിലാണ് എന്നോർക്കണം. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വനിതാ സമര പോരാട്ടമായി തന്നെ നമ്മൾ കാണുകയും വേണം. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്. അവിടെ ഒരു സമരമല്ല, അംഗനവാടി ടീച്ചർമാർ സമീപകാലത്ത് സമരം വരുന്നിരുന്നു.